ജവന്തിയോട്ട് വീട്ടിലെത്തിയിട്ട് വിളിച്ചാ? വിളിച്ചു. അവളുടെ അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ നിന്ന് നിനക്ക് ഒഴിവല്ലായിരുന്നു, അപ്പൊ അനക്കാ കൂടെ പോയാൽ മതിയായിരുന്നില്ലേ? ഈ വയസ്സുകാലത്ത് ചേച്ചീനെ വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓഫീസിൽ എനിക്ക് ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അവളെയും കൂടെ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അച്ഛനിങ്ങനെ ആയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴല്ലേ ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നീ വെറുതെ അമ്മാവ് കയറാനകത്ത് കയറി പിടിക്കായിരുന്നു. അത് പിന്നെ നീ പോയില്ല എന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ചു ഞാൻ. എല്ലാവർക്കും ഒഴിവല്ലേ, ഇന്ന് 2 അടിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് കൂടാ കരുതി. കണക്കപ്പൊ വേറെ സ്ഥലത്തേക്ക് പോകണം. ശരി തന്നെ മനസ്സിലെപ്പോഴും ചിന്ത. വെറുതെ അടിച്ച് കരൾ പാഴി കളയരുത്, ഒരു ഭാവി ഉള്ളതാണ്. ഓടായിരുന്നു ഈ വയസ്സുകാലത്ത് ഇനി എന്ത് ഭാവിയാ? ഉള്ള കാലം ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കല്ലേ. അപ്പൊ 2 അടിച്ചിട്ട് അങ്ങോട്ട് ചാവുന്നവരെ പോവല്ല. അപ്പൊ എന്താ ആ ചിന്തയൊക്കെ മാറ്റിക്കോ. എന്തിന് ഒറ്റത്തടി എന്നുള്ള ചിന്ത മാറ്റിക്കോ. ഈ ഒരു പേടിയും പേടിക്കണ്ടല്ല. സ്വത്ത് മുഴുവനും ഞാൻ അങ്ങനെ വെള്ളടിച്ച് കളയൊന്നുമില്ല. അതൊക്കെ പിറ്റകാലം നിങ്ങൾക്ക് ഉള്ള തന്നെ. അയ്യോ എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. അമ്മാവും കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചാൽ. കുടുംബമായിട്ട് സന്തോഷത്തോടെ. ഞാൻ തമാശ പറഞ്ഞല്ല. ഞാനിങ്ങനെ നമ്മുടെ ഓഫീസിലെ ഒരാളുമായിട്ട് സംസാരിച്ചായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊക്കെ നിങ്ങൾ പലരും പറയുക, എന്നിട്ട് സൂചിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, എന്നിട്ട് അവസാനം അതില്ല. എന്തിനാ വെറുതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പൊക്കോളാം. ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ അമ്മാവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ക്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് വട്ടാക്കുന്നല്ല. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം അമ്മാവനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ആലോചന ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതില്ല. ഇല്ലല്ലോ. അപ്പൊ ഞാനല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ? അതായത് ഞങ്ങളുടെ ഓഫീസിലെ ഒരാളുടെ പരിചയത്തിലൊരു പെൺകുട്ടിയുണ്ട്. എങ്ങനെ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പരിചയത്തിലൊരു പെൺകുട്ടിയുണ്ട്. കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണം, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അമ്മാവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ അമ്മാവനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ കൂടുതൽ പുള്ളി പറഞ്ഞു, അപ്പൊ പുള്ളി കല്യാണം കഴിച്ച ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പുള്ളി ഒറ്റന്തടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ കേട്ടാന്ന് വെച്ചാൽ പറഞ്ഞു ഓരോ സാഹചര്യങ്ങള്. നമ്മൾ കുറെ ആൾ നോർത്തിലൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോൾ പ്രായമൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മാവും കൃഷിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ വന്നൊന്നും അങ്ങ് ഒത്തു വന്നില്ല. ഇതൊക്കെ ഒരു മണ്ണും പെണ്ണും പറഞ്ഞ ഒരു വിധിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്കൊരു താല്പര്യമുണ്ട്, അമ്മാവനോട് ഒരു താല്പര്യം. പിന്നെ പെണ്ണിനൊരു പ്രശ്നമുള്ളത് വെച്ചാല് വേറെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെന്താ? ഈ ജാതകത്തിനൊക്കെ ഇനി പ്രശ്നം ഉണ്ടാവും. അമ്മാവ ഈ കുട്ടിക്ക് എത്ര വയസ്സായി? 39-40 വയസ്സൊക്കെ ആവും. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജാതകം നോക്കണ്ട. കുഴപ്പമില്ലല്ലേ? പിന്നെ ഒരു കുഴപ്പമില്ല. ഇവർക്ക് എന്താ ചൊവ്വാദോഷം കൊണ്ടായിരുന്നു. ചൊവ്വാദോഷമൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടി ഭയങ്കര ബോൾഡായ ഒരു പെൺകുട്ടിയാണ്. കാരണം ഈ ചൊവ്വാദോഷമായിട്ട് ഒരു 28-30 വയസ്സായ സമയത്ത് ഒരു കല്യാണം ഒത്തു വന്നു. ആ ഒത്തു വന്ന സമയത്ത് ഈ പയ്യന്റെ വീട്ടുകാര് എന്ത് കിട്ടും എന്നൊക്കെ ചോദിച്ച് സംഭാഷണമായി. ശ്രീധരൻ എന്ത് കിട്ടും ചോദിച്ചു വന്നു. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഫീൽ ചെയ്ത്. ഇപ്പൊ ഈ പെണ്ണ് പറഞ്ഞ അങ്ങനെ ഇപ്പൊ എന്നെ ഇപ്പൊ ശരി ഓക്കെ ഞാൻ കല്യാണം കഴിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ സ്വത്തിനെ മോഹിച്ച് വരുന്നൊരുത്തൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കല്യാണം വേണ്ടെന്ന് വെച്ച് പറഞ്ഞാണ് ആ കുട്ടി. അങ്ങനെ പറഞ്ഞു. പക്ഷെ വേറെ രസമുണ്ട്, നമുക്ക് വേണമെങ്കിൽ വല്ലതും ചോദിക്കാം. ഒറ്റ തരും. ശ്രീധരൻ ചോദിക്കേ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സ്വത്ത് കിട്ടിയിട്ട് വേണം അഴകേശനെ ജീവിക്കാൻ? ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെ കെട്ടിക്കൊണ്ടുവരിക, ജീവിതകാലം മുഴുവൻ അവൾക്ക് വേണ്ടി ജീവിക്കുക, അവളെ നോക്കുക. അതാണ് എന്റെ പോളിസി. പക്ഷെ പാവപ്പെട്ട വീട്ടിലെ പെണ്ണല്ല. വേണ്ട, ഇവർക്ക് ആവശ്യമുള്ള സ്വത്തുണ്ട് ഈ പെണ്ണിന്. അവളുടെ അതേപോലത്തെ ആദർശമുള്ളവനാണ് ഞാനും. ശ്രീധരൻ മേടിക്കാൻ പാടില്ല. ഉറച്ച തീരുമാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോ അധികം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അമ്മാവന് ഇഷ്ടപ്പെടും, അമ്മാവന് പെണ്ണിനെ ഇഷ്ടപ്പെടും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടിയെ. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എന്നോട് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ. എന്നിട്ട് എത്ര ദിവസം പറയാഞ്ഞേ? അല്ല ഞാൻ എന്താ അറിയാമോ, ഒന്നും ആവാതെ എപ്പോഴും ഓരോ ദിവസവും അമ്മാവന്റെ കല്യാണ കാര്യം വന്നാൽ ഈ ദ്രൗതിയുടെ കല്യാണം കണക്കാ വന്നും മുടങ്ങും. അപ്പൊ ഞാൻ വെച്ച ഒരു തീരുമാനം, ഇന്ന് ഏകദേശം ഒരു തീരുമാനമായി. അപ്പൊ അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനെ പറ്റിയൊക്കെ. അപ്പൊ ഇനി ഒരു അടുത്ത ഘട്ടം വരുമ്പോ നമ്മൾ രണ്ടുകൂടെ കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ട് നേരെ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു. അടുത്ത ദിവസം തന്നെ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താം. നിനക്കൊന്ന് പോണോ? ഫംഗ്ഷന് പോണോ? പോണം. പോണ്ടാ, നമുക്ക് ആ കുട്ടീനെ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് ഇനി വഴിക്കണ്ട. ഇനി എന്തെങ്കിലും കാര്യം വന്നും മുടങ്ങിയാലോ? ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം പറയാറുന്നത്. ഇതൊരു തീരുമാനമാവട്ടെ. തീരുമാനമാകുമ്പോൾ എന്തായാലും നടക്കും. എൻ്റെ വിശ്വാസപ്രകാരം അമ്മാവൻ അവർക്ക് ഇഷ്ടമാണ്. അമ്മാവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണും തന്നെയാണ്. നല്ല കുടുംബമാണ്, വേറെ ഒരു കുഴപ്പമില്ല. ഒരു സമയം ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു വലിയ സന്തോഷമായി. ഇതാ എല്ലാം ഒന്ന് ആയിട്ട് വേണം. ഇന്ന് വൈകുന്നേരം ഞാൻ എന്തായാലും അമ്മയും വിളിച്ച് പറയൂലേ. അമ്മയുടെ നമുക്ക് റൈസ് ചെയ്താൽ മതി. എന്നിട്ട് പരിചയമുള്ള ആർക്കെങ്കിലും ഒരു ചായ കടി അങ്ങനത്തെ മതി. ആർപാടൊന്നും വേണ്ട. അതൊക്കെ എന്തെങ്കിലും നടത്താം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നമുക്ക് എന്തായാലും
അപ്പൊ ഇന്ന് എനിക്ക് ഫംഗ്ഷന് പോണല്ലേ? ഇന്ന് പോണം. നരയൊക്കെ കൂടെ വരുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഇന്ന് മുതൽ കറുപ്പിക്കല്ലേ? അതിലൊന്നും കാര്യമില്ല. പെണ്ണിന് 2-3 നര. അതാണ് ഒരു പ്രത്യേകത. 2-3 അന്ന് ഞാൻ പറഞ്ഞു ചെറിയ നരക അതിനെന്താ പ്രായമാകുമ്പോൾ നരയ്ക്കുമല്ലോ. അങ്ങനെ ഭയങ്കര നല്ല ചിന്താഗതിയുള്ള പെൺകുട്ടി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ല, അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ പിന്നെ നമ്മൾ കറുപ്പിക്കണം ഒന്നുമില്ല. നമ്മൾ നമ്മളായിട്ടിരിക്കണം. അതാണ് വേണ്ടത്. അയ്യോ വെള്ളം ഇരിക്കുകയാണ് ചൂടാണ്. അതെ. എന്റെ പ്രിയപ്പെട്ട അണികളെ, നിങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ആഗോളവൽക്കരണത്തിന്റെയും കച്ചവടവൽക്കരണത്തിന്റെയും ഭാഗമായി നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ തരണം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ പൊരുതണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനു വേണ്ടി കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നമ്മള് പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടണം. എങ്കിൽ മാത്രമേ കമ്പനി പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവര് നമുക്ക് വേണ്ട കമ്പനി പ്രസംഗനായി നടപടി എടുക്കുക നന്നായിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ പ്രക്ഷോഭം ഇനി എത്ര വർഷം കടന്നുപോയാലും ഞാൻ ഇതിനു വേണ്ടി ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും അതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് തന്നെ പോരാടണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് കുതിക്കാൻ കഴിയുകയുള്ളൂ. അല്ല, പാവട പ്രസംഗിച്ചോട്ടെ. പുറത്ത് പ്രസംഗിച്ചാലേ ചീമുട്ടേറ് കൊണ്ടാലോ. ആഗ്രഹമല്ലേ, നടക്കട്ടെ. പല സമരങ്ങളും വിജയിച്ചിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു വർഷം അല്ലെങ്കിൽ ഒരുപാട് വർഷം നീണ്ടു. നേരം എടുത്തപ്പോ തുടങ്ങിയാടാ നിന്റെ നാക്കിന് ചൊറിച്ചില്. നിനക്കാണ് ഇവിടെ ചെവിയാക്കാൻ മര്യാദ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ വളരെ മര്യാദയായിട്ട് എന്റെ വീട്ടിനകത്തിരുന്ന് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? അടാ, അതിന് പ്രസംഗം ഇങ്ങനെ അടച്ചുപൂട്ടിട്ടിരുന്നിട്ടില്ല. 4 ആളെ അറിയിച്ചാൽ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കണം. അതിനുള്ള ചങ്കൂറ്റുണ്ടാണ്. 4 ആളെ അറിയാൻ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കാൻ അറിയണം. അതെ അതെ, ക്ലീറ്റോയ്ക്ക് പ്രസംഗിക്കാൻ അറിയോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നാളെ രാവിലെ ഒരു 10-10:30 ആകുമ്പോ KCB ഓഫീസിന്റെ മുന്നിൽ വാ അമ്മാവായി. എവിടെ? KCB ഓഫീസ്. അവിടെ എന്താണെന്ന് അറിയണമെങ്കിൽ നീ നാളെ വാടെ വാ, നേരിട്ട് കാണാം. നീ എന്തിനാ അങ്ങോട്ട്? ഞാൻ ഒരു കാര്യം പറഞ്ഞു, അങ്ങോട്ട് വരരുത്. എന്തോ അങ്ങോട്ട് വരരുത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പലയിടത്തും വരും പ്രസംഗിക്കാൻ. തങ്കത്തിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ജാതകത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു. അത് വേറെ ആരുമല്ല, യവൻ തന്നെ. എന്റെ ജാതകത്തിലും പറഞ്ഞിട്ടുണ്ട്, അളിയൻ എറിത്ത് വെച്ചിട്ട് ഞാൻ അങ്ങ് മേളിൽ പോകുള്ളൂ. ചുമ്മാരടി. നീ കാര്യം പറയണ്ട കനക. ഇപ്പൊ എന്താ പ്രശ്നം? എടി, അവൻ എന്ത് വന്നാലും ഏതൊന്നാലും സമരം ചെയ്യാനായിട്ട് നേരെ KCB ഓഫീസിൽ ഫ്രണ്ട് വരും. എന്നെ നാറ്റിക്കാനായിട്ട് എന്റെ പരിപാടി. അതിനെതിനെ നാറ്റിക്കണമെന്ന് നീ പറയണത്? ക്ലീറ്റോ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അവിടെ പോയി വേണം സമരം ചെയ്യാൻ. ഇപ്പൊ KCB പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീറ്റോ ഒക്കെ KCB വരും, അല്ലാതെ മാവേലി സ്റ്റോറി പോയിട്ട് കാര്യമുണ്ടോ? ആണല്ലോ, സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. റോഡ് പണിയുന്ന ആരാണ്? KCB കാരാണ്. ഏതോ ഒരു സ്ഥലത്ത് റോഡ് പണിഞ്ഞില്ലെന്ന് പറഞ്ഞ് നേരെ KCB ഫ്രണ്ട് സമരം ചെയ്യുക. അത് മര്യാദയാണടി. കഴിഞ്ഞ ആഴ്ച അവന്റെ കുറെ ഊച്ചാളി. എന്റെ അണികളെ ഊച്ചാളി എന്നെല്ലാം വിളിച്ചോണ്ടല്ല. എന്റെ അണികൾ ഊച്ചാളികളാണ്. നിന്റെ അണികൾ മാത്രമല്ല, നീ ഊച്ചാളിയാണ്. ഊച്ചാളി അവന്റെ നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞ് വായു പറഞ്ഞ വിളിച്ചു പറഞ്ഞോണ്ട് എന്റെ വിളമാറും. എടാവൻ പറഞ്ഞാലും എന്താ തെറ്റ്? നീ എന്തിനാ അവിടെ ഇവിടെ കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ KCB ചെന്ന് സമരം ചെയ്ത് അവനെ നാറ്റിക്കണേ? ഇത് മാത്രമല്ലേ, യവന്റെ അണിയിലെ ഏതോ ഒരുത്തന്റെ ബന്ധുവിന്റെ സഹോദരി ആണ്ട് മരിച്ചുപോയി. അതിലെന്തോ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ KCB ഫ്രണ്ടിൽ സമരം ചെയ്യുക. എടാ, അങ്ങനെ വല്ല ദുരൂഹത ഉണ്ടെങ്കിൽ പോയി CBI ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്യണം, അല്ലാതെ KCB ഫ്രണ്ടിൽ നല്ല സമരം ചെയ്യേണ്ടത്. യവ എന്നെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാടി. ആണ്, നീ അങ്ങനെ തന്നെ കൂട്ടിക്കാൻ. നിന്നെ നാറ്റിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇറങ്ങിക്കണം. നീ നാളെ രാവിലെ വാ. നീ നാളെ എപ്പോഴാ വരുന്നത് പറഞ്ഞു? രാവിലെ 10:30 അവിടെ വരും. 10 മണിക്ക് നീ വന്നാ നിന്റെ കയ്യും കാലും ഞാൻ ചവിട്ടി പിടിച്ചേ. നീ ഞൊട്ടും. പിന്നെ അവിടെ വരൂടാ, കാണാം. ഇല്ല, നീ അങ്ങ് വരുമ്പോ എന്റെ കൈയും കാലും സിനിമയ്ക്ക് പോയേക്കല്ലേ, കാണിച്ചു തരാം. ചവിട്ടി പിടിക്കും. എടാ, നിന്നെ മാത്രമല്ല നിന്റെ ഓഫീസിലുള്ള എല്ലാവരും ഞാൻ നാറ്റിക്കൂടാ. നീ അവനെ പോലെ ആയാലോടാ. ഇത് വലിയ കഷ്ടമാണ് അമ്മാവാ. യവൻ എന്റെ അടിയനാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ യവൻ തന്നെ ഒന്ന് ഫ്രണ്ട് നിന്നിട്ട് സമരം ചെയ്യുക, KCB കയറി സമരം ചെയ്യുക. കാര്യമുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ലെന്ന്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറയാ, അവൻ എന്താണ് കുഴപ്പമൊന്നും. എന്നെ കുത്തര പറഞ്ഞ ഞാനല്ലേ. നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരാ, ആരെയും ശല്യപ്പെടുത്താ. ചുമ്മാ ഓരോ കാര്യം പറഞ്ഞിട്ട് കാര്യമുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. കഷ്ടകാലത്തിനും അങ്ങനെയല്ലേ
രാവിലെ ഇവിടെ മുറിഞ്ഞു നോക്കിയടി. മുറിഞ്ഞ കണക്കായി പോയി. ചോര ഒലിക്കണമല്ലോ നിങ്ങളുടെ. ഓ ആ ചെറുക്കനെ ഇട്ട് ഞോണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ ക്ലീറ്റോ? കൊച്ചു ചെറുക്കായി നാക്ക് അവനെ എനിക്ക് എന്റെ അവൻ നാക്കാണെങ്കിൽ കണക്കായി പോയി. കേൾക്കണം അത് എന്ത് കണക്കായി പോയി. അവന്റെ ഓഫീസിലോട്ട് നിങ്ങൾ ഓടി ചെല്ലാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. പോകേണ്ട കാര്യം ഉണ്ടായി ഞാൻ ഇനിയും പോവും. കളിക്കല്ലേ നീ പിന്നല്ലേ ഒരു കത്തി എടുത്ത് എന്റെ കഴുത്തിനെ ഇറക്കും. മിക്കവാറും ഞാൻ ചെയ്യും. എനിക്കറിയാം നീ ഇല്ലേലും നീ ആങ്ങളയ്ക്ക് വേണ്ടി ആ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കണേണെന്ന്. തോന്നിയാസം കാണിക്കുന്നതിന്റെ ഒരു അതിര് വേണ്ടേ? അല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഓടി ഓടി പോണെന്നുള്ളത് ആരറിഞ്ഞ്? ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പല ആവശ്യങ്ങൾക്കും വേണ്ടി പല ഓഫീസിന്റെ മുമ്പിലും പോകും. ഇനിയിപ്പൊ നിങ്ങളും തുടങ്ങിയ കഷ്ടം കിട്ടുന്ന കാര്യം. എന്ത് കഷ്ടം? എന്താ എന്റെ ഉദ്ദേശം? നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അവൻ പോയി ഇങ്ങനെ ചൊറിയാൻ നിൽക്കണം? ചോദിക്കാൻ കൂടെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കല്ല, ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇറങ്ങണത്. നീ ആവശ്യമില്ലാണ്ട് അവനോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓ എനിക്കറിയാം, നിങ്ങളൊക്കെ ഇല്ലേലും ഒരു ചോരയിലുള്ളവരില്ലേ. ഞാൻ പുറമ്പോക്ക് വന്നു കയറിയവൻ. എടാ അതല്ല, അവന് ഭയങ്കര വിഷമമുണ്ട്. നീ പല സ്ഥലത്തുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ KCB ഓഫീസിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അളിയൻ വന്നിട്ട് എപ്പോഴും സമരം ചെയ്യണു പറഞ്ഞ് ചെയ്ത് പറയുമ്പോൾ അവനെ വിഷമം ഉണ്ടാവില്ലേ? ഇതാണ് അമ്മാവനെ പോലുള്ള ആൾക്കാരുടെ അറിവില്ലായ്മ. അമ്മാവ നമ്മുടെ നാട്ടിലെ ഏത് പ്രശ്നത്തിനും ഏത് സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യാൻ ഉപരോധിക്കാം. അങ്ങനെ ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതാണ് അറിവില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞത്. അമ്മാവൻ ഈ മനുഷ്യന്റെ വാക്ക് അമ്മാവനല്ലേ വിശ്വസിക്കും അമ്മാവ? തങ്കം, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടാ. ഇനി മേലാൽ അവനെ ഉപദ്രവിക്കാൻ നീ എന്നെ മൂക്കി കളിക്കുന്നവള് ഇതിപ്പോ ഒരു തർക്കം തീർക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഇവിടെ തർക്കായ. പിന്നെ ഇങ്ങനെയുള്ള വർത്താനം കേൾക്കുമ്പോ പിന്നെ പറയാതിരിക്കണേ. ഒരു ആങ്ങള സ്നേഹി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കീരുമ്പം പോലെ ഞാനുള്ള വരവാൻ നിർത്തിട്ടാ. എടാ എന്നാ അവനും ഒഴിവാണ്, നീ ഇവിടെ ഫ്രീ ആണ്. എന്തൊക്കെ പ്രതീക്ഷയിലാണ് ഞങ്ങോട്ട് വരുന്നത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ വഴക്കൂടിയാല എന്താ പരിപാടി? അല്ല നനയ്ക്കാൻ വല്ലതുണ്ടോ ചോദിക്കാം. ഈ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ ചെടി നനയ്ക്കാൻ പറ്റും. അതല്ലടാ നനയ്ക്കാൻ. അതാ അല്ല, എനിക്കൊരു സ്ഥലത്തുനിന്ന് കുറച്ച് പൈസ വരാണ്ടായിരുന്നേ. അല്ല അത് നീ പറയണ പോലെയല്ല, ശരിക്കും കിട്ടാണ്ടായിരുന്നു. കയ്യില് പൈസ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒഴിവാണല്ലോ, കൂടാന്നൊരു തോന്നല്. അല്ല ഇല്ലെങ്കിൽ വേണ്ടട്ടാ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ, നമ്മൾ ഈ വെറുതെ പോയി നനഞ്ഞു വരുന്നതെന്ന് നമുക്കൊന്ന് മുങ്ങിക്കുളിച്ചു വന്നാലോ? പോടാ, ആളെ കൊതിപ്പിക്കാണ്ട് വെറുതെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, നമുക്ക് നല്ല പോലെ ഒന്ന് കുളിച്ചു വരാം. ഒരു 3 മണി കഴിയുമ്പോഴേക്കൊന്ന് റെഡിയായി നിൽക്കും. എവിടുന്ന്? അതൊന്നും അമ്മാവൻ ചോദിക്കണ്ട. കാണാൻ പോണ പൂരം എന്തിനാണ് വെറുതെ പറഞ്ഞറിയിക്കണ? അമ്മാവനെ നല്ല പോലെ കുളിപ്പിച്ചെടുക്കും ഞാൻ. ഇവിടെ വെച്ചിട്ടാണോ അതോ? ഓണം, അതല്ലേ ഞാൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞേ. 3 മണി. അതെ, ഇച്ചിരി ഗമയിലൊക്കെ ഒരുങ്ങി നിന്നോ. വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കറുപ്പിച്ചോ. കറുപ്പിക്കുന്നു വേണ്ട. അതെ, ഒരു 3 മണിയാകുമ്പോഴേക്ക് റെഡി ആയി പോരെ? മതി മതി. പെണ്ണ് കാണാൻ പോണാ? ആണ് കാണാൻ പോണു. എന്റെ പെങ്ങൾക്ക് അന്തസ്സുള്ള ഒരുത്തിനെ കിട്ടും നോക്കട്ടെ. അയ്യോ, ഇനിയും ആവശ്യമുള്ള സമയമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് KCB ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന ഞാൻ പറഞ്ഞില്ലെന്നാണ്. ഞാൻ അങ്ങനെ പറയലട കനക. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സർക്കാർ ഓഫീസുകളിൽ സമരം ചെയ്യാമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഭരണഘടന അങ്ങനെ പറഞ്ഞോ? അത് മാത്രല്ല, ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് പൗരന്മാരുടെ കടമയാണ്. ഈ പൗരൻ എപ്പോ അപ്പുറത്തെ ആടിയത്? എന്നോട് സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നു? അതല്ല, നമുക്ക് ഓരോ വിവരങ്ങൾ ലഭിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. വിവരമില്ലാത്ത കാര്യമില്ല. KCB ഓഫീസർ ഞാനും കൂടെ വേണമെങ്കിൽ കൂട്ടിന് വരാം. എന്തിന്? ചുമ്മാ ഒരു ഗമയ്ക്ക്. എന്തിന്? ഒരു ഗമയ്ക്ക് ഇരിക്കട്ടെ. കൊടിയും പൊക്കി പിടിച്ച് നാളെ അങ്ങോട്ടാണ് വന്ന. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അളിയിലാണ് ഞാൻ നോക്കൂല. വെറുതെ വന്നെ നാറ്റിച്ച അളിയാ, ഞാൻ എല്ലാം മറക്കും. ക്ലീറ്റസിന് അങ്ങോട്ട് വാശി കയറ്റല്ലേ. നിന്നെ നാട്ടിക്കാൻ എനിക്ക് അതുവരെ വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. നീ വന്നു നോക്കാം അങ്ങോട്ട്. പിന്നെ നീ പോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ ക്ലീറ്റസിനെ വെല്ലുവിളിക്കുന്നു. എന്തിനാണ് വെറുതെ അവരെ ചൊറിയാൻ നിൽക്കുന്നത്? അല്ലേ, നിസ്സാര ഒരു ലൈൻമാൻ അല്ലേ അവൻ. ഞാനാര്? നീ പോവാൻ നോക്കണം. കളിക്കുന്നവൻ. ഒരു സാധനം ഇവിടെ വെച്ചാ കാണൂല. തങ്കം, ഇവിടെയുള്ള ചീപ്പ് എവിടെ? ഇവിടെയുള്ള ചീപ്പ് എവിടെയെന്ന്? വെള്ളം ഇട്ട്. തങ്കം,
നിങ്ങൾ കുടുംബപരമായിട്ട് വളിച്ച തമാശയുടെ ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഇനി നീയായിട്ട് അത് ഒന്നുകൂടെ തെളിയിക്കണ്ട കേട്ടോ. എവിടെ പോകുന്നു? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ എനിക്ക് 24 മണിക്കൂറും കർമ്മനിരതനായിട്ട് നിൽക്കേണ്ട ആവശ്യങ്ങളുണ്ട്. പൊതുപ്രവർത്തകൻ 24 മണിക്കൂറും കർമ്മനിരതരായിട്ടിരിക്കണം. ഇതിപ്പോ എങ്ങോട്ട് ജുബയൊക്കെ ഇട്ടുണ്ട്? പെണ്ണ് കാണലല്ലോ ഉണ്ടോ? പെണ്ണ് കാണാനൊന്നുമില്ല. ഇന്ന് മുഴുവൻ ഞാൻ ക്ലീറ്റസിന്റെ കൂടെ. എവിടെ പോകുന്നു? നല്ല ചൂടല്ലേ, ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് നനയ്ക്കണം. കടപ്പുറത്ത് അല്ലേ? കടൽക്കാറ്റൊക്കെ കൊണ്ട് കാലൊക്കെ ഒന്ന് നനച്ച്. എവിടെ? ശംഖുമുഖത്തോ? ഇവിടെ കടലുള്ളത് എവിടെയൊക്കെയാണ്? ശംഖുമുഖം, വിഴിഞ്ഞം, പൂവാറ്, ഇതിലെവിടെയെങ്കിലും ആയിരിക്കും. എവിടെയാണെങ്കിലും ഞങ്ങളും വരുമല്ലോ. കടലൊക്കെ കാണാൻ എനിക്കും ഇഷ്ടാ. എവിടെയാന്ന് പറയണ്ട മര്യാദക്ക്. അത് പിന്നെ അത് നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. എന്നാ പറയാം. നിന്റെ ആങ്ങളയുടെ KSEB ഓഫീസ് ഉപരോധിക്കാൻ പോവുകയാണ്. സപ്ലൈകോയിൽ ഭയങ്കരമായിട്ട് അരി കടത്തേ. അപ്പൊ അതിനെതിരെ KSEBയുടെ മുമ്പിൽ പോയി ഞങ്ങളൊന്ന് സമരം ചെയ്യാൻ വേണം. അമ്മാനും കൂടെ വരട്ടെ. കണ്ടോ, ഇതാണ് ഈ മനുഷ്യന് തോന്നിയാസം. കുറച്ചു മുമ്പല്ലേ ക്ലീറ്റോ പറഞ്ഞ അവനെ കൊടുത്ത് ബഹളം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എന്താന്ന് ചെറുക്കനെ ഉപദ്രവിക്കാഞ്ഞിട്ട്? പെണ്ണെന്താ പൊട്ടിയാണത്? എന്തെന്ന്? അത് വെറുതെ നിന്നെ ചൊറിയാൻ വേണ്ടി ഓരോന്ന് പറയില്ല. അങ്ങോട്ടൊന്നല്ല, ഞങ്ങള് വേറൊരു സ്ഥലത്തേക്കാ. ആണോ? ഒരു നല്ല കാര്യത്തിനാ. വന്നിട്ട് പറയാം. പോണ വഴിക്ക് ചിലപ്പോ അവിടെ കയറി ഒന്ന് ഉപരോധിച്ചു. വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധം ഇന്റെ കൂടെ അല്ലേ വരുന്നത്, ഞാൻ അതിനൊക്കെ കൂട്ടിക്കോ. ഈ വന്നാടാ വെറുതെ അവളെ. അമ്മാവനാ നയിക്കണം എന്നത്തെ ജാഥ. അങ്കം, അങ്കം, എന്തോ എന്നപ്പാ? ഒന്നില്ലേ? എന്റെ ഭർത്താവ് വന്നില്ലേ? ആ അമ്മാവനും കൂട്ടി വേറെ എവിടെ പോയേക്കുമല്ലേ? വേറെ അങ്ങല്ല പോയത്, എന്നെ നാറ്റിക്കാൻ വന്നതാ. എവിടെ? KSEB ഓഫീസിൽ. എന്തിനു KSEB ഓഫീസിലാണ്? അവിടെ സീനിയർ ലൈൻമാൻ ചന്ദ്രേട്ടന്റെ സെന്റ് ഓഫ് ആയിരുന്നു. അവിടെ കയറി വന്നേക്കുന്നു. ഏവൻ അമ്മാവൻ ഇവർ ഓരോ അണികള്. അവനാരെങ്കിലും വിളിച്ചിട്ടാണോ വന്നത് ഇവിടെ? എന്നിട്ടോ? അവിടെ ആകെ കുളമാക്കിയവന്മാര്. എന്ത് ചെയ്യുമെന്ന് ചുമ്മാ ഓരോന്ന് പറയല്ലേ നീ. ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോഴേ ഇവന് യാതൊരു ബന്ധവുമില്ല. ഇവനോ ഇവന്റെ അണികൾക്കോ ചന്ദ്രേട്ടനായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ നാറ്റിക്കാൻ വേണ്ടി മാത്രം വന്നതാ. ആ വരുന്നുണ്ട്. എനിക്ക് ആ 2 പാട്ടുകൂടെ പാടണം. അമ്മാവൻ താളം പിടിച്ചപ്പോൾ 2 പാട്ടുകൂടെ പാടിയാൽ കൊള്ളാം. ഞാൻ അങ്ങനെടാ നല്ലൊരു കലാകാരനെ. നീ നാറ്റിക്ക് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ഭയങ്കര മോശമായിപ്പോയി. പക്ഷെ അമ്മാവാന് കൂട്ടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്താ ചെയ്ത്? വിളിക്കാത്തടത്തൊക്കെ എന്തിനാ കയറി വരുന്നത്? വിളിക്കാത്തടുത്ത് അഴകേശൻ കയറി വരെ. എന്റെ പട്ടി വരും. എന്നെപ്പം വിളിച്ചിട്ടാ ഞാൻ പോയത്. അവൻ ആര് വിളിച്ചു? അവന് ചന്ദ്ര സാറ് വിളിച്ചു. ആരും വിളിച്ചില്ല അവനെ. പോടാവുന്നത്. അങ്ങനെ വിളിക്കാണ്ടൊക്കെ കയറി ചെന്നവരെ ആരും മൈൻഡ് ചെയ്യില്ല. ഇത് ഞങ്ങൾ ചെന്ന വഴിക്ക് ഒരു ക്ലീറ്റസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് എല്ലാം തന്നു. എന്ത് സന്തോഷത്തിലാണ് അവര് പറഞ്ഞയച്ചത്. അത് എന്റെ അളിയനാണെന്ന് അറിയാന്നുള്ളതുകൊണ്ട്. അല്ല, അവൻ ആരും വിളിച്ചിട്ടില്ല അവിടെ. ഞാൻ അന്വേഷിച്ചല്ലോ, അവൻ ഒരു മനുഷ്യൻ വിളിച്ചിട്ടില്ല. അവൻ വന്നപ്പോട്ട് അമ്മാവനെ കൊണ്ടുവന്നു. അത് മാത്രമല്ല അവന്റെ അണികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്ന് വെള്ളം മുഴുവൻ കുടിച്ചേർക്കുകയും ചെയ്തു. സത്യം പറ ക്ലീറ്റോ, ഇവിടെ നോക്ക്. നിങ്ങൾ എവിടെ പോയത്? നിങ്ങൾ വിളിക്കാത്തടത്താണ് കയറി ചെന്നത്. അതെ സംഘം നടരാജന്റെ ഭാര്യയുടെ അമ്മയുടെ അനിക്ക്. നിനക്ക് തിന്നാനാ കുടിക്കാനാണെങ്കിൽ ഞാൻ പൈസ തരുമായിരുന്നു. ഇത് വെറുതെ എന്നെ നാറ്റിക്കപ്പെടി. അവിടെ എല്ലാ ഉദ്യോഗസ്ഥരിയ്ക്കുന്നു. അവരെന്നോട് ചോദിക്കുക, അവരെന്നെ ഓരോരുത്തർ നോക്കുക, മാറി ഒന്ന് കളിയാക്കി ചിരിക്കുക. എന്റെ അളിയനും അമ്മാവനും അവന്റെ കൂട്ടുകാരന്മാരോട് വന്നിട്ട് വെള്ളം അടിച്ച് പാട്ടും പാടി കുഴഞ്ഞ് അവിടെ കിട ഡെസ്കും മറിച്ചിട്ട്. ഒരു ഡെസ്കും മറിഞ്ഞിട്ടില്ല മോളെ. മറിഞ്ഞു, 2 ഡെസ്ക് മറിഞ്ഞു. നാറ്റ കേസായി പോയി. അവൻ പോട്ടെ, പക്ഷെ അമ്മാവ ഇങ്ങനെ കാണിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ലടാ. സത്യം പറയടാ, ക്ഷണിച്ചോടത്തേക്കല്ലേ നീ അമ്മാവനെ കൊണ്ടുപോയേ? ക്ഷണിച്ചില്ലേ അവര്? ക്ഷണിച്ചില്ലേ? അവൻ മിണ്ടൂല. അവൻ എന്തിനു മിണ്ടണം? അവനൊരു ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എന്നെ നാറ്റിക്കുക എന്നുള്ളത്. അത് നടന്നല്ലോ. പക്ഷെ നഷ്ടാമ്മാവനാ. ഞാൻ രാവിലെ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഗോപി. ബന്ധമുണ്ട്. എന്ത് ബന്ധം? ഇന്ന് ഫംഗ്ഷൻ നടത്തിയില്ലേ, ഈ ചന്ദ്രേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയായിരുന്നു പെണ്ണ്. ഇറങ്ങാൻ നേരത്തെ ചന്ദ്രേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വിളിക്കാത്ത കല്യാണത്തിൽ പോകുന്നവന്മാരെയും വെള്ളമടിച്ച് ഇങ്ങനെ ആഭാസത്തരം കാണിക്കുന്നവരൊക്കെയാണോ ഞാൻ എന്റെ അനിയത്തെ കെട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാനെന്ത് പറയണം? അല്ല,
താമസിച്ചോക്കി എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോ സമാധാനമായില്ലേ? Alien versus Alien.